السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം, അൽ ആഖിലു ദക്കിയു മൻ ലാ യുദഖിഖു ഫീ കുല്ലി സഗീറത്തിൻ വകബീറ മഅ അഹ്ലിഹി വഅഹ്ബാബിഹി വഅസ്ഹാബിഹി വജീറാനിഹി. അൽ ആഖിലു ദക്കി, ബുദ്ധിമാനായ ഒരു വിവേകിയായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൻ ലാ യുദഖിഖു ഫീ കുല്ലി സഗീറത്തിൻ വകബീറത്തിൻ, എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ സൂക്ഷ്മമായ നിരീക്ഷണം നടത്താത്തവനാണ് എന്ന്. അതായത് എല്ലാ കാര്യങ്ങളും ചികന്നന്വേഷിക്കുന്ന അത്തരത്തിലൊരു സ്വഭാവമില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനായ വിവേകിയായ മനുഷ്യൻ എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായ നന്മയായ കാര്യങ്ങളിൽ ചികന്നന്വേഷിക്കുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു വീട്ടിലേക്ക് ചെന്നു, അപ്പോൾ അയാൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല, അതല്ലെങ്കിൽ നമുക്കൊരു വെള്ളം തന്നില്ല, ഇങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അവഗണിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ലഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്താത്തവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനും അതുപോലെ തന്നെ വിവേകിയായിട്ടുള്ളവനും എന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആരോടൊക്കെ? മഅ അഹ്ലിഹി, തൻ്റെ കുടുംബത്തിനോട്, വ അഹ്ബാബിഹി വ അസ്ഹാബിഹി, തൻ്റെ പ്രിയപ്പെട്ടവരോടും അതുപോലെ തന്നെ തൻ്റെ കൂട്ടാളികളോടും, വ ജീറാനിഹി, അതുപോലെ തന്നെ തൻ്റെ അയൽവാസികളോടും. ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അപ്പോൾ നമ്മൾ എല്ലാതും നമ്മൾ കണ്ടു എന്ന് നടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സമാധാനം തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ ഇല്ലാതാകുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, ഇവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നമ്മൾ തലയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം തന്നെ എന്ത് ചെയ്യും? ഇല്ലാതായി തീരുമെന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. സലഫുകൾ പറഞ്ഞു വെക്കാറുണ്ട്, അവഗണിക്കേണ്ടുന്ന കാര്യങ്ങളെ അവഗണിക്കുക എന്നുള്ളതാണ് പക്വമതികളുടെ സ്വഭാവവും. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ 10ൽ 9 ഭാഗവും നിൽക്കുന്നത് അത് അവഗണനയിലാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണിച്ച് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് പലപ്പോഴും സമാധാനം കണ്ടെത്താൻ കഴിയും. അതല്ല, എല്ലാ ചെറിയ കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന എല്ലാ ചെറിയ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്താവും? നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കി തീർക്കുമെന്നാണ് പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.